പ്രമേഹ രോഗികൾ ഷുഗർ ലെവൽ കുറഞ്ഞു പോകുന്നതിനെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഹൈപ്പോഗ്ലൈസീമിയ എന്നാൽ എന്താണ്? അപ്പോൾ പ്രമേഹ രോഗികൾ അല്ലെങ്കിൽ സാധാരണയുള്ള ആളുകളിൽ അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ 70 mg/% താഴെയാവുകയാണെങ്കിലാണ് അത് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ലെവൽ 1 ഹൈപ്പോഗ്ലൈസീമിയാണ്. 54 mg/% താഴെ വരികയാണെങ്കിൽ അത് ലെവൽ 2 ഹൈപ്പോഗ്ലൈസീമിയാണ്. ലെവൽ 3 ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ ഗ്രേഡ് 3 ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത് എത്ര ഷുഗർ ലെവൽ എത്രയായാലും അവർക്ക് ഒരു പരസഹായം ആവശ്യമായിട്ട് വരും, അതായത് ബോധം മറിയുക അങ്ങനത്തെയൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ഗ്രേഡ് 3 അല്ലെങ്കിൽ ലെവൽ 3 ഹൈപ്പോഗ്ലൈസീമിയാണ്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ഇൻസുലിൻ ഇനീഷ്യേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സൾഫർ യൂറിയ വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ ആഡ് ചെയ്യുമ്പോഴും ഗ്ലിമിപ്രൈഡ് ഗ്ലിക്ലാസൈഡ് ഒക്കെ ആഡ് ചെയ്യുമ്പോഴും പേഷ്യൻസിൻ്റെ ഷുഗർ താന്നു പോകാവുന്നതാണ്. ഇതല്ലാതെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് കിഡ്നി ഡിസീസ് വരുന്ന സമയത്ത് അവരുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറൊക്കെ താന്നു പോകാനുള്ള സാധ്യത കാര്യമായിട്ടുണ്ട്. അപ്പം ഇത് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പേഷ്യൻസിനെ അറിയിക്കുക എന്നുള്ളതാണ് കൺസൾട്ടേഷൻ സമയത്ത് ഒരു ഡോക്ടർ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, എങ്ങനെ ഇത് മാനേജ് ചെയ്യാം, ഇത് ഞാൻ പറയുന്നത് പേഷ്യൻസിനോടാണ്. പലപ്പോഴും 70 താഴെ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ താഴ്ന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ നൽകേണ്ടത് ഗ്ലൂക്കോസാണ്. നമ്മൾ ഗ്ലൂക്കോൺ ഡി എന്ന് പറയുന്ന ഗ്ലൂക്കോസ് പൗഡറാണ്, ഒരിക്കലും പഞ്ചസാരയല്ല. കെമിക്കലി പഞ്ചസാര എന്ന് പറയുന്നത് സുക്രോസാണ്, അതൊരു ഡൈസാക്കറൈഡാണ്. 2 ഷുഗറുകൾ ചേർന്നിട്ടാണ് അത് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ മോണോസാക്കറൈഡ് ആയ ഗ്ലൂക്കോസാണ് നമ്മൾ നൽകേണ്ടത്. 3 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഗ്ലൂക്കോസ് പൗഡറാണ് പേഷ്യൻറ്റിന് നമ്മൾ നൽകേണ്ടത്. അപ്പോൾ അത് ഏതാണ്ട് 15 ഗ്രാം ഗ്ലൂക്കോസിന് ഈക്വലൻ്റ് ആണ്. അപ്പോൾ 15 ഗ്രാം ഗ്ലൂക്കോസിന് ഈക്വലൻ്റ് ആയിട്ട് 3 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നൽകുക. എന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഷുഗർ ചെക്ക് ചെയ്യുക. അപ്പോഴും 70 താഴെയാണ് കാണുന്നതെങ്കിൽ വീണ്ടും നമ്മൾ ഈ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുക, വീണ്ടും 3 ടീസ്പൂണ് ഗ്ലൂക്കോസ് പൗഡർ നൽകുക. അങ്ങനെ എപ്പോഴാണ് 70 മുകളിലാവുന്നത് അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സ് നിർത്തുക. ഇതാണ് ബോധമുള്ള ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഹൈപ്പോഗ്ലൈസീമിയ ഷുഗർ രോഗികളിൽ നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. ബോധം പോയ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് IV ആയിട്ട് ഹെൽപ്പ് വേണ്ടി വരും. IV ആയിട്ട് ഡെക്സ്ട്രോസോ അല്ലെങ്കിൽ DNSO ഒക്കെ നൽകേണ്ടതായിട്ട് വരും. നമ്മൾ വീടുകളിലാണെങ്കിൽ ഇതൊക്കെ കൊടുക്കാൻ പ്രയാസമായതുകൊണ്ട് ഒരു ഗ്ലൂക്കോഗോണിൻ്റെ ഇഞ്ചക്ഷൻ വീട്ടിൽ 1 മില്ലിഗ്രാമിൻ്റെ ഇഞ്ചക്ഷൻ കിട്ടും, അത് കീപ്പ് ചെയ്യാവുന്നതാണ്. അത് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായിട്ട് സാധാരണ രോഗികൾക്കും അതിൻ്റെ കൂട്ടുരൂപകാർക്കും നൽകാൻ സാധിക്കുന്നതുമാണ്. താങ്ക് യു. Stay healthy. Follow for more.